എന്നാണ് ഐസ്ക നിങ്ങളുടെ ആപ്പിൽ വാഹനങ്ങൾ കണ്ടു തുടങ്ങുക എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഇതൊരു നീണ്ടൊരു പ്രോസസ്സാണ്. കാരണം ഓരോ വാഹനങ്ങളും നമ്മൾ സ്പെഷ്യൽ ഇൻസ്പെക്ട് ചെയ്തിട്ട് അതിൻ്റെ ഫുൾ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം തയ്യാറാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ആപ്പിനകത്തേക്ക് വാഹനങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വാഹനം കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഏകദേശം 200ഓളം ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ. ഈ ഒരു V3 പേജിൻ്റെ 2 സൈഡ് നമുക്ക് ഇത്രയും പോയിൻറ്റ്സ് ചെക്ക് ചെയ്യാനുണ്ട്. ഇതിലെല്ലാ മുക്കും മൂലയും എല്ലാ വാഹനത്തിൻ്റെ എല്ലാ A to Z കാര്യങ്ങൾ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഇതിനകത്ത് ഡാറ്റ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ചുരുങ്ങിയതൊരു വാഹനം ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം 1 അവറെങ്കിലും നമുക്ക് എടുക്കുന്നുണ്ട് ഒരു വാഹനത്തിൻ്റെ ഫുൾ റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡാറ്റ എൻട്രി വളരെ സ്ലോവിലായിട്ട് നടക്കുന്നത്. കാരണം പക്ഷേ 300ഓളം വാഹനങ്ങൾ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. അതിൻ്റെ ഓരോ വാഹനത്തിൻ്റെയും ഡീറ്റെയിൽസ് ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 1-2 വാഹനങ്ങളൊക്കെ അതിനകത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് വാഹനങ്ങൾ വന്നിട്ട് ബൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ആപ്പിൻ്റെ അപ്ഡേഷൻസ്. കാർലെറ്റ് ബൈ ട്രൂ ചോയ്സിൻ്റെ മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ടായിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നും പ്രദേശത്താണ് നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഒരുപാട് വാഹനങ്ങൾ നമുക്ക് ഡെലിവറി ലഭിച്ചു, ഒരുപാട് വാഹനങ്ങൾക്ക് ബുക്കിംഗ് ലഭിച്ചു, ഒരുപാട് വാഹനങ്ങളൊക്കെ ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ കസ്റ്റമേഴ്സ് ഇറക്കി കൊണ്ടുപോയി. ഒരു നിപ്പയുടെ പ്രശ്നം അത് കഴിഞ്ഞ ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കാരണം പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരാൻ ചെറുതായിട്ട് മടിക്കുന്നുണ്ട്. കാരണം നിപ്പയുടെ വിഷയം ഉണ്ടോയെന്നുള്ളത്. ഏകദേശം നിപ്പ ഇൻസിഡൻറ്റ് നടന്നിട്ടുള്ള ഇവിടുന്ന് ഏകദേശം ഒരു 10-40-50 കിലോമീറ്ററോളം വ്യത്യാസത്തിലാണ്. ഈ ഒരു ഏരിയയിലൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ നമ്മൾ സേഫ്റ്റി ആയിട്ട് നമ്മുടെ മാസ്ക് കാര്യങ്ങളെല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ വീഡിയോയിൽ 10-12 വാഹനങ്ങളാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനകത്ത് 5 സീറ്റ്, മാനുവൽ, പെട്രോൾ, ഡീസൽ, ഓട്ടോമാറ്റിക് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പുതിയ വാഹനങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞ ദിവസം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഓൾ കേരള നമുക്ക് ഫിനാൻസ് ഫെസിലിറ്റി അവൈലബിൾ ഉണ്ട്. ഓൾ കേരള ഡെലിവറി അവൈലബിൾ ഉണ്ട്. അത്തരത്തിലുള്ള എല്ലാ സൗകര്യം ഞങ്ങളിവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൺഫേം ആയി നിങ്ങൾക്ക് വാഹനം എടുക്കാൻ ഇങ്ങോട്ട് നേരിട്ട് വരണമെന്നും ഒരു നിർബന്ധമില്ല. ഞങ്ങൾക്ക് വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വാട്സപ്പ് ത്രൂ ഷെയർ ചെയ്യും. വാഹനം ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ബുക്കിംഗ് ചെയ്യാം. അതേപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ പ്രൊസീഡ് ചെയ്യാം. കൺഫേം ആണെങ്കിൽ മാത്രം ബുക്കിംഗ് ചെയ്താൽ മതി. പല ആൾക്കാരുണ്ട് വാഹനം കാണുമ്പോൾ തന്നെ ചാടിക്കേട് ബുക്കിംഗ് ചെയ്ത് 2-3-4-5 ദിവസം കഴിഞ്ഞ ശേഷം ക്യാൻസൽ ചെയ്യുന്നൊരു പരിപാടിൻ്റെ ദയവായിട്ട് ചെയ്ത്. കാരണം അത് മറ്റുള്ളവർ കൂടി വാഹനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ അത് ബ്ലോക്ക് ചെയ്തിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വാഹനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യും. ഒരു 4-5 ദിവസത്തിന് ശേഷം നിങ്ങൾ ആ വാഹനം എടുക്കുക എന്ന് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മറ്റൊരു കസ്റ്റമറെ തേടി പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവർ നോക്കിയ വാഹനം ബുക്കിംഗ് ആയി എന്ന് ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അവർക്കും മാനസികമായിട്ട് ഇതെന്തെങ്കിലും സംശയം വരും. ഈ വാഹനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ഇത് ക്യാൻസൽ ആക്കിയെന്നുള്ള സംശയങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ അനുഭവങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൺഫേം ആണെന്നുണ്ടെങ്കിൽ വാഹനം എടുക്കുന്നില്ല, കൺഫേം ആണെങ്കിൽ മാത്രം ബുക്കിംഗ് ചെയ്യാം. ഞാൻ മുമ്പത്തെ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 10-12 വാഹനങ്ങൾ നമുക്ക് കാണിക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ വാഹനത്തിൻ്റെ നിസാൻ്റെ ഒരു വാഹനം, നിസാൻ ടെറാനോ 2018 മോഡൽ എന്ന ഏറ്റവും ന്യൂ ഷേപ്പിലിരുന്ന വാഹനം, എക്സൽ എന്നുള്ള വേണ്ടിയിരുന്ന വാഹനം, വളരെ ലോ കിലോമീറ്റർ വാഹനം. സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും 28,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിലിരുന്ന വാഹനം, പെട്രോൾ എഞ്ചിനിലിരുന്ന വാഹനമാണ്. പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. നോർമൽ റണ്ണിങ്ങുള്ള ആവശ്യത്തിനുള്ള പർപ്പസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം സെലക്ട് ചെയ്യാം. അധികം ഓവർ റണ്ണിങ് ആണെന്നുണ്ടെങ്കിൽ മൈലേജ് നിങ്ങൾക്ക് പ്രശ്നം വരും. പക്ഷേ മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ CNG ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് 2018 മോഡലിൽ നിന്ന് നിസാൻ ടെറാനോ എക്സൽ എന്നുള്ള വേരിയൻ്റ്. വെറും 28,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തുള്ള നല്ല മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. എക്സൽ പെട്രോൾ എന്നുള്ള വേരിയൻ്റാണ് ഇതിരുന്നത്. എക്സലിന് വേണ്ട അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുക്കുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ്, അതേപോലെ തന്നെ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും കാര്യപ്പെട്ട പരിക്കോ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല. നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം അത്രയും ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റി വാഹനത്തിന് എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഓൾറെഡി ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ തന്നെയാണ് ഇൻറ്റീരിയറും വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഒരു പരിക്കോ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് കടക്കുകയാണെങ്കിൽ മൊത്തത്തിലൊരു ബ്ലാക്ക് തീമിലാണ് വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സീറ്റ് കവർ ആയാലും ആ ഡാഷ് ബോർഡ് ആണെങ്കിലും മൊത്തത്തിലൊരു ഡാർക്ക് ബ്ലാക്ക് കളർ തീമാണ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഡുവൽ എയർ ബാഗ്, ABS വന്നിട്ടുണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ അതിനകത്ത് അഡീഷണലി ഫിറ്റ് ആയിട്ടൊരു ഡിസ്പ്ലേ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് നല്ല യാത്ര കംഫർട്ടുള്ളൊരു വാഹനമാണ് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു ടെറാനോ എന്നുള്ളൊരു വാഹനം. ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സസ്പെൻഷൻ്റെ ആ ഒരു ഇത് തന്നെയാണ്. കാരണം നമ്മളൊരു ഗട്ടറിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു ഇമ്പാക്റ്റ്, ഒരു ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഉള്ളിലേക്ക് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ സസ്പെൻഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടെറാനോ, ഡസ്റ്റർ എന്നുള്ള വാഹനങ്ങളുടെയൊക്കെ അതൊരു ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മറ്റുള്ള വാഹനം ഈ ഒരു വാഹനം ഈ ഡസ്റ്ററോ അല്ലെങ്കിൽ ടെറാനോ യൂസ് ചെയ്യുന്നവർക്കറിയാം, ഒരു ചെറിയ രീതിയിൽ ഗട്ടറോ കാര്യങ്ങളൊക്കെ കാണുകയാണെങ്കിൽ വാഹനം ഒരു ജസ്റ്റ് കാല് വെക്കുപോലും വേണ്ട, അതിനകത്ത് കയറി ഇറങ്ങിക്കഴിഞ്ഞാലും നമുക്കൊരു ഇമ്പാക്റ്റ് കാര്യങ്ങളൊന്നും ഉള്ളിലേക്ക് വരാത്ത രീതിയിലായിരിക്കും ഇതിൻ്റെ ആ ഒരു സസ്പെൻഷൻ്റെ ഡിസൈൻ കിടക്കുന്നത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊക്കെ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല.
ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, ഗ്രില്ല് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷന്, ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷന്. ആ ഒരു ബോണ്ടിൻ്റെ ഷോക്ക് എന്നുള്ളത് ഈ ടറാനോ ഡസ്റ്ററിന് വരുന്ന ഏറ്റവും നല്ലൊരു ഫീച്ചറാണ്. കാരണം മറ്റുള്ള ഏത് വാഹനം എടുത്ത് വെക്കാൻ എത്ര വില കൂടിയ വാഹനമാണെങ്കിലും നമ്മളൊരു വടിയൊക്കെ എടുത്ത് സ്റ്റാൻഡായിട്ട് വെക്കണം. പക്ഷേ ഈ ഒരു ഷോക്കുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ബോണറ്റ് ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ പോയി നിൽക്കുന്നു. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. 4 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ഓയിൽ ലീക്കോ കാര്യങ്ങൾക്കോ ഒന്നും നെഗറ്റീവ്സോ കാര്യങ്ങളൊന്നും തന്നെ പറയാനില്ല. സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. വെറും 28,000 കിലോമീറ്റർ ഓടിയ വാഹനം ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും വരാനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ക്വാളിറ്റി വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാണുന്നുണ്ട്. ABS കാര്യങ്ങളെല്ലാം ഈ ഒരു വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല രീതിയിൽ നല്ല മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് 2018 മോഡൽ വരുന്ന ഈ ഒരു നിസാൻ ടറാനോ XL എന്നുള്ള വേരിയൻറ്റിൻ്റെ ഒരു വാഹനം. ഈ 28,000 കിലോമീറ്ററിൽ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാൻ വെറും 6 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി ഇതിനകത്ത് 5,550 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ഈ ഒരു നിസാൻ ടറാനോ എന്നുള്ളൊരു വാഹനം. ഒരു 75,000 രൂപ നിങ്ങൾക്ക് അഡീഷണലി ഇറക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു വാഹനത്തിന് CNG ഫിറ്റ് ചെയ്യാം. CNG നമുക്ക് നമ്മുടെ ഒരു കെയർ ഓഫിൽ തന്നെ ഒരു ടീം ഓൾറെഡി നമ്മൾ ടൈപ്പ് ഉണ്ട് CNG ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ CNG സംബന്ധമായിട്ട് എന്ത് ആവശ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഞങ്ങളായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മുടെ അടുത്ത് ടീം അതിനായിട്ടുണ്ട്. മാക്സിമം ഡിസ്കൗണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് CNG ഫിറ്റ് ചെയ്ത് തരാം. പിന്നെ ഓണത്തോടനുബന്ധിച്ച് എന്തൊക്കെയോ ഫുൾ ടാങ്ക് CNGയുടെ ഒരു ഓഫറൊക്കെ, അത് 5 കിലോ CNG അങ്ങനത്തെ ഒരു ഓഫർ കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ CNG സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഞാൻ തരാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് നെറ്റ് പ്രൈസ് വരുന്നത് 6 ലക്ഷം രൂപയാണ്. ഇതിനകത്ത് 5,50 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അത് 5 വർഷത്തെ മാസക്കാലയളോടുകൂടി ഏകദേശം ഒരു 12 സംതിങ് വെച്ചിട്ടാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു SUV സെഗ്മെൻറ്റ് വാഹനം, അത് സൺറൂഫ് വരുന്ന SUV സെഗ്മെൻറ്റ് വാഹനം. WRV 2017 മോഡൽ വരുന്ന വാഹനമാണ്. ഹൈലൈറ്റ് ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്. 22 കിലോമീറ്റർ നിങ്ങൾക്ക് ഷുവർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന 1 ലക്ഷം കിലോമീറ്റർ ഓടിയുള്ള KL07 എറണാകുളം രജിസ്ട്രേഷനിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള നല്ല അടിപൊളി മിൻ കണ്ടീഷനിൽ നിൽക്കുന്ന VX എന്നുള്ള വേരിയൻ്റ് വാഹനം. VX-ൽ മാത്രമേ സൺറൂഫ് കമ്പനി കൊടുക്കുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ വരുന്നുണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, സ്റ്റയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള A to Z ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ, അങ്ങനെ എല്ലാ സംഗതികളും ഒരു വാഹനത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വേണോ അതെല്ലാം ഈ ID Tech എഞ്ചിനായിട്ടുള്ള ഈ ഒരു WRV എന്നുള്ള 2017 മോഡൽ വരുന്ന ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം, ഒരു പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ വാഹനം നല്ല രീതിയിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണിത്. എക്സ്റ്റീരിയർ അതേപോലെ തന്നെ ഇന്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല മസിൽ പിരിപ്പിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സീറ്റ് കവറൊക്കെ ഇതിനകത്ത് പിന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല വിശാലമായിട്ട് നല്ല ലെഗ് സ്പേസോട് കൂടിയിട്ടുള്ള ഒരു വാഹനമാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് സൺറൂഫ് തന്നെയാണ്. നമ്മളൊരു കുട്ടികളായിട്ടൊക്കെ ഒരു ടൂറൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഒരു വാഹനത്തിന് മുകളിൽ കയറിയിട്ട് ഒരു സൺറൂഫ് കയറിയിട്ട് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളതൊക്കെ. ഒരിക്കലും വാഹനം റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വാഹനത്തിൻ്റെ മുകളിൽ കുട്ടികളെ കയറ്റരുതെന്നുണ്ടെങ്കിൽ കൂടി എനിക്കൊന്ന് ജസ്റ്റ് ഉണർത്താണ്ട് പലരും ചില ടെൻഡൻസികളൊക്കെ കാണാറുണ്ട്. വാഹനം റൺ ചെയ്യുന്ന സമയത്ത് കുട്ടികളെ മുകളിൽ കയറ്റിയിട്ട് നിർത്തിയിട്ട് യാത്ര ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അത് ദയവായിട്ടൊന്ന് അവസാനിപ്പിക്കണം. കാരണം ആ വാഹനത്തിൽ എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടികളെല്ലാം പുറത്തേക്ക് പെട്ടെന്ന് തെറിച്ച് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ സേഫ്റ്റി മുൻകരുതലായിട്ട് നിങ്ങളതൊന്ന് ജസ്റ്റ് ഒന്ന് മുൻകൂട്ടി കാണുക. അത് എത്ര ലോ സ്പീഡ് പോകുകയാണെങ്കിലും ഒരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ കല്ലിലേക്ക് ഗട്ടറിൽ കയറി കഴിഞ്ഞാൽ വാഹനം സ്വാഭാവികമായിട്ടും മറിയും. അത് നിങ്ങൾ എത്ര ലോ സ്പീഡായിട്ടും കാര്യമില്ല, വാഹനം മറിയാം. ജസ്റ്റ് ഒരു സെക്കൻഡ് മതി. അപ്പോൾ അത് വാഹനം കുട്ടികൾ റൺ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഇതിൻ്റെ മുകളിൽ കയറ്റിയാണ് നിർത്തരുത്. അല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വാഹനം പാർക്ക് ചെയ്ത സമയത്ത് മാത്രം മുകളിൽ കയറിയിട്ട് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ ശ്രമിക്കുക. നല്ല വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. വേറെ ഇന്റീരിയർ ഭാഗങ്ങളിൽ നെഗറ്റീവ്സ് ആയിട്ടൊന്നും പറയാനില്ല. നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹാൻഡ് റെസ്റ്റൊക്കെ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ചെറിയൊരു ഗിയർ ലിവറാണ് ഈ ഒരു വാഹനത്തിന് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് നമ്മൾ ഹാൻഡ് റെസ്റ്റിനകത്ത് ഹാൻഡ് വെച്ചതിന് ശേഷം നമുക്ക് സുഖമായിട്ട് ഈ ഒരു വാഹനത്തിന് ഗിയർ ഇടാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 22 കിലോമീറ്റർ മൈലേജ് ലഭിക്കുന്നതാണ് ഏറ്റവും വലിയൊരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. എഞ്ചിൻ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ അപ്പുറം ഭാഗങ്ങൾ കാര്യങ്ങൾക്കൊന്നും പരിക്കില്ല. ഡോട്ട് പഞ്ചിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ക്രോസ് ബമ്പറിനൊന്നും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ID Tech എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ടർബോ ലീക്കോ കാര്യങ്ങൾ ഒന്നും നിലവിലെ കണ്ടീഷനിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പമ്പ് കാര്യങ്ങളെല്ലാം ലീക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല. 2 സൈഡ് പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഹെഡ്ലൈറ്റിൻ്റെ കളർ കണ്ടാൽ തന്നെ അറിയാം. 2017 പഴക്കം നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഹോണ്ടയുടെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ RFID ടാഗ്, അതേപോലെ തന്നെ നോൺ പൊള്യൂഷൻ സ്റ്റിക്കർ, അതും ഈ ഒരു വാഹനത്തിനുണ്ട്. നോൺ പൊള്യൂഷൻ സ്റ്റിക്കറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചില വാഹനങ്ങളിൽ നോൺ പൊള്യൂഷൻ സ്റ്റിക്കേഴ്സ് ഈ ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ ഈ നമ്മുടെ ഈ ലാമി സേഫ് അതേപോലെ ഈ ഗ്ലാസിൻ്റെ ഒരു ബാർകോഡും അതിൻ്റെ ഒരു കമ്പനി വരുന്ന ഭാഗത്ത് ചില സ്റ്റിക്കേഴ്സ് ഈ ഭാഗത്തേക്ക് ഇറക്കി ഒട്ടിക്കാറുണ്ട്. അതായത് ഈ പച്ച കാണുന്ന സ്റ്റിക്കർ
ഈ ഭാഗത്ത് ഒട്ടിക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു വാഹനം നിങ്ങൾ ഈ ഒരു ഹോണ്ടയുടെ വാഹനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോ, ആ ഒരു വാഹനത്തിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു നിഗൂഢത, അതായത് ആ വാഹനം ഒന്നുകിലും ഒരു മേജർ ആക്സിഡൻറ്റ് കഴിഞ്ഞ വാഹനമായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്ലാസ്സൊക്കെ റീപ്ലേസ് ചെയ്തതിന് ശേഷം അത് പിന്നെ ലോക്കലി കൊണ്ടതിന് ശേഷം സ്റ്റിക്കേഴ്സ് പതിപ്പിച്ചിട്ട് ഈ ഒരു പിന്നെ അതിൻ്റെ ഒരു ഫെയ്ഡിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നോൺ പോളിസ്റ്റർ സ്റ്റിക്കർ അഡീഷണൽ ചെയ്തിട്ട് അതിൻ്റെ മുകളിലൂടെ ഒട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കർ, ഈ ഒരു പച്ച സ്റ്റിക്കർ നിങ്ങൾ ഈ ഒരു പിന്നെ നമ്മുടെ ഈ ഗ്ലാസിൻ്റെ കോഡിങ് വരുന്നൊരു ഭാഗമുണ്ട്, ലാമി സേഫ്, അതിൻ്റെ ഗ്ലാസിൻ്റെ നമ്പർ, ആ ഒരു ഇയറൊക്കെ കാണിക്കുന്ന ഒരു ഭാഗത്ത് അത് മറക്കുന്ന രീതിയിലാണോ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ആ വാഹനത്തിനകത്ത് മേജറായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളെല്ലാം അടിച്ചു പോയിട്ട് അത് പിന്നെ തട്ടിപ്പിലൂടെ, അതായത് നിങ്ങൾ പുറത്തുള്ളവർക്ക് പറയാതെക്കാൻ വേണ്ടിയിട്ട് മറച്ചു വെച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് പല വാഹനങ്ങൾ, ചില ഏരിയകളിലുള്ള കുറച്ച് വാഹനങ്ങളാണ് അത് കൂടുതലായിട്ടും കാണുന്നത്. അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു സംഗതി നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്, ആ ഏരിയയിലുള്ള വാഹനങ്ങൾക്ക്, ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഞാൻ പറയുന്ന കാര്യമുണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിലൊരു വാഹനത്തിന് എന്തെങ്കിലും നിങ്ങൾ പിന്നെ അങ്ങനെ ഒരു പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം, ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. 2017 മോഡലിൽ വരുന്നൊരു വാഹനമാണ്, WRV ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ്, ID ടെക് എഞ്ചിനിൽ വരുന്നൊരു വാഹനമാണത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ എല്ലാം ലഭിക്കുന്ന ഒരു വാഹനം തന്നെയാണിത്. ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് 7,40,000 രൂപയാണ്. അതിനകത്ത് തന്നെ 6,75 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്, അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി. ഏകദേശം ഒരു 14 to 15 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. 2018 മോഡൽ ഹോണ്ട ജാസ് സിംഗിൾ ഓണർഷിപ്പിൽ SV എന്നുള്ള പേരിൽ 60,000 കിലോമീറ്ററുള്ള വാഹനം. KL4 ആലപ്പുഴ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്നൊരു വാഹനം. ഒരു 15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണിത്. SV എന്നുള്ള വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ ബേസിൻ്റെ തൊട്ട് മുകളിൽ നിൽക്കുന്ന വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, അതേപോലെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വേരിയൻ്റ് അകത്ത്, SV എന്നുള്ള വേരിയൻ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ബാക്ക് വൈപ്പർ, ഡിഫോഗർ അതിനകത്ത് വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരുന്നില്ല. IV ടെക് എഞ്ചിനിലിരുന്ന 1200 cc എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കും. അതേപോലെ തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന കുറവുള്ളൊരു വാഹനം കൂടിയാണിത്. ചെറിയ രീതിയിൽ റീപെയിൻറ്റ് വർക്കുകൾ ഉണ്ടെന്ന് മാത്രമേ നെഗറ്റീവ് വൈസുള്ളൂ, അല്ലാത്ത രീതിയിലുള്ള വേറെ പരിക്ക് കാര്യങ്ങൾ ഒന്നും തന്നെ വരാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് ഇത്. അത്യാവശ്യം മോഡലുള്ള 2018 മോഡലിൽ നിന്നൊരു വാഹനമാണിത്. മാക്സിമം നിങ്ങൾക്ക് 0 ഡൗൺ പേയ്മെൻറ്റ് ഇറക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ നിൽക്കുന്നു. ഡുവൽ എയർ ബാഗ്, ABS ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കമ്പനി ഇൻബിൽഡ് കൊടുക്കുന്നുണ്ട്. സെൻട്രൽ ലോക്കിംഗ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സീറ്റ് കവർ കുറച്ച് പിന്നെ കമ്പനി കവറാണ്, ഒരു ബീച്ച് കളർ ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ഡാമേജ് ആയി വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാന്നുള്ളൊരു നെഗറ്റീവ്സ് മാത്രമാണ് ഇന്റീരിയർ ഭാഗത്ത് പറയാനുള്ളത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല, അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക്, IV ടെക് എഞ്ചിൻ ആയതുകൊണ്ട് ഓയിൽ ലീക്കിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. രണ്ട് സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ നടക്കുന്നത്. ക്രോസ് ബമ്പറിനൊന്നും പരിക്കില്ല. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗങ്ങളിലൊന്നും കാര്യപ്പെട്ട നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ബാറ്ററി ഓൾമോസ്റ്റ് 2024 ജനുവരിയിൽ റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിയാണ്. 1 year ആവുന്നുള്ളൂ. വാറണ്ടിയിൽ നിൽക്കുന്ന ബാറ്ററി കൂടിയാണിത്. വേറെ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ കാര്യങ്ങളോ ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 5,60,000 രൂപയ്ക്ക്. ഒരു 5,40 അല്ലെങ്കിൽ 5,50 ഒക്കെ അതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം മോഡൽ 2018 മോഡലുള്ള ഒരു വാഹനമാണ് ഹോണ്ട ജാസ് എന്നുള്ള ഈ ഒരു വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 12 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ ഒരു സെഡാൻ വാഹനമാണ്. അതും ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിന്ന് വാഹനം. ഓട്ടോമാറ്റിക് വാഹനങ്ങൾ പുതിയതായിട്ട് കുറേ വാഹനങ്ങൾ സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇത് 2019 മോഡലിൽ നിന്ന് മാരുതി സുസുക്കി സിയാസ് അൽഫ എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം, ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനിൽ വരുന്ന വാഹനമാണിത്. സെക്കൻഡ് ഓണർഷിപ്പിൽ 50,000 കിലോമീറ്ററുകളിൽ 18 വടകര രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. ആൽഫ എന്നുള്ള വേരിയൻറ്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആയതുകൊണ്ട് എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. CVT ഗിയർ ബോക്സ് വരുന്നൊരു വാഹനമാണിത്. ലാഗിങ് ഉണ്ടാവില്ല, നല്ല പെർഫോമൻസ് ലഭിക്കുന്ന അത്യാവശ്യം നല്ല യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനം തന്നെയാണിത്. ആൽഫ എന്നുള്ള വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, പിന്നെ ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ലെതർ സീറ്റ് കവർ, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ഡിഫോഗർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറും അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളും എല്ലാം വരുന്ന സ്മാർട്ട് ഹൈബ്രിഡ് എഞ്ചിനിൽ വരുന്ന ഒരു വാഹനമാണ്. 2019 മോഡലിൽ മീൻ കണ്ടീഷനിൽ നിൽക്കുന്ന ബ്ലൂ കളറിൽ നിൽക്കുന്ന മാരുതി സുസുക്കി സിയാസ് എന്നുള്ള ഈ വാഹനം. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ടയേഴ്സ് കിടക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ലെതർ സീറ്റ് കവറാണ് ഈ ഒരു വാഹനത്തിനകത്ത് അൽഫ എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല പ്രീമിയം ലെവലിലാണ് മാരുതി ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും വലിയ പ്രത്യേകത ആ ഒരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ട് ആ ബീച്ച് കളറും ബ്ലാക്ക് കളറും നല്ല രീതിയിൽ കോമ്പിനേഷൻ ചെയ്യുന്ന രീതിയിലാണ്
രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ആ ഒരു ഡിസൈനൊക്കെ തന്നെ, ക്ലസ്റ്ററൊക്കെ നമുക്ക് ആ ഒരു നൈറ്റ് വ്യൂ ഒക്കെ ആണെങ്കിൽ പക്ക നല്ല ഒരു കളറിങ്ങും എല്ലാം അടിപൊളിയായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. ABSും ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇതിനാ ഒരു യാത്ര കംഫർട്ട്, ഈ ഒരു ലെതർ സീറ്റിലിരിക്കുന്ന ഒരു സുഖം നിങ്ങൾ അനുഭവിച്ചവർക്കറിയാം. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം മാരുതിയുടെ വാഹനങ്ങളുടെ ഈ ലെതർ സീറ്റ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അൽഫ എന്നുള്ള വേരിയൻ്റ് അകത്ത് മാത്രമാണ് കമ്പനി ഇത്തരത്തിലുള്ള ഒരു സീറ്റ് കവർ അത് ലെതർ ഫിറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയർ ഭാഗങ്ങൾ മറ്റുള്ള ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ വാഹനം പക്ക ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്നു. വേറെ കാര്യപ്പെട്ട ഡാമേജോ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ നാവിഗേഷൻ കാര്യങ്ങളെല്ലാം വരുന്നൊരു ഡിസ്പ്ലേ ഒക്കെ വരുന്നത് കമ്പനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആണ് വന്നിട്ടുള്ളത്. അങ്ങനെ എന്തുകൊണ്ട് നല്ലൊരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വാഹനമാണ് ഈ 2019 മോഡൽ വരുന്ന മാരുതി സുസുക്കി സിയാസ് അൽഫ എന്നുള്ള പേരിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ പേരിൽ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം. എഞ്ചിൻ സൈഡ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രോണോ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷൻ നിൽക്കുന്നു. രണ്ട് സൈഡ് പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, സ്റ്റോക്ക് കണ്ടീഷനിലാണ് നിൽക്കുന്നത്. ക്രോസ് ബമ്പറൊന്നും മാറിയിട്ടില്ല, ഓയിൽ ലീക്ക് ഇല്ല. അത്തരത്തിലുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7,85,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഒരു 7 ലക്ഷം വരെ ഇതിനകത്ത് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളോടുകൂടി. വലിയ എമൗണ്ടിൻ്റെ ലോൺ ആയതുകൊണ്ട് കസ്റ്റമർ പ്രൊഫൈൽ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രസ്റ്റ് പെർസെൻറ്റേജിൽ ചെറിയൊരു വ്യത്യാസം വരും. ഏകദേശം 7% മുതൽ 8 to 9% വരെ നോർമൽ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അത്യാവശ്യം നല്ല ITRും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് 7% വരെ നമുക്ക് ലോൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനനുസരിച്ച് EMI ചെറിയൊരു വ്യത്യാസം വരും. എന്നാലും ഏകദേശം ഒരു 16,500 റേഞ്ചിലൊക്കെ ഇതിൻ്റെ EMI ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടുത്ത വാഹനം വരുന്നത് 7 സീറ്റ് വാഹനമാണ്. അത് മഹേന്ദ്രയുടെ 7 സീറ്റ് വാഹനം TUV T8 എന്നുള്ള വേരിയൻ്റ് വാഹനം. KL42 എറണാകുളം പറവൂർ രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണിത്. ഫുള്ളിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് T8 എന്നുള്ള വേരിയൻറ്റ്. T10 ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയൻറ്റ്. അതിൻ്റെ താഴെ നിൽക്കുന്ന വേരിയൻ്റാണ് T8 എന്നുള്ള വേരിയൻറ്റ്. പക്ഷേ T8 തന്നെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം കമ്പനിന് കൊടുക്കുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ്, സേഫ്റ്റി ഫീച്ചർ ഡുവൽ എയർ ബാഗ്, ABS, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 60-70% ടയേഴ്സ് കിടക്കുന്നുണ്ട്. സ്പെയർ ടയറും കിടക്കുന്നുണ്ട്. 70% ടയേഴ്സ് കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നും വരാത്ത അത്യാവശ്യം നല്ലൊരു വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ് ഈ ഒരു TUV എന്നുള്ളൊരു വാഹനം. എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ തന്നെയാണ് ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഫ്ലോർ മാറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല സീറ്റ് കവറൊക്കെ നല്ലൊരു ക്വാളിറ്റിയുള്ള സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചർ എന്ന് പറഞ്ഞ പോലെ എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി ഈ ഒരു വേരിയൻറ്റിനകത്ത് ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഹാൻഡ് റെസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ളൊരു വാഹനമാണിത്. മാത്രമല്ല നമ്മൾ ഒരു ഹൈറ്റിലിരുന്ന് ഫീൽ ചെയ്യുന്നുണ്ട്, ഡ്രൈവ് ചെയ്യുന്നുണ്ട് തന്നെ ആ ഒരു ഫ്രണ്ട് വ്യൂ കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് TUVൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത്യാവശ്യം നല്ല റൈഡിങ് കംഫർട്ടുള്ളൊരു വാഹനം കൂടിയാണ് ഈ TUV എന്നുള്ള മഹേന്ദ്രയുടെ TUV എന്നുള്ളൊരു വാഹനം. 7 സീറ്റ് വാഹനമായതുകൊണ്ട് തന്നെ ഏകദേശം ഒരു മൈലേജ് നിങ്ങൾക്ക് ഒരു 10 to 12 കിലോമീറ്റർ റേഞ്ചിലാണ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പേസ്റ്റിങ്ങിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് വന്നിട്ടില്ല. ക്രോസ് ബമ്പറിനൊന്നും പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലെ കണ്ടീഷനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. രണ്ട് സൈഡും പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ബോണറ്റിൻ്റെ ഇഞ്ചസിൻ്റെ ഒക്കെ പേസ്റ്റിങ് കാര്യങ്ങൾ, ബോണറ്റിൻ്റെ പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. തുരുമ്പ് മഹേന്ദ്രയുടെ വാഹനമായതുകൊണ്ട് ഞാൻ പറയുന്ന എല്ലാ വീഡിയോയിലും പറയുന്നതാണ് തുരുമ്പ് ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം എന്നുള്ളത്. തുരുമ്പിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പം നിലവിലെ കണ്ടീഷനിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ 47,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ. കിലോമീറ്റർ പറയാൻ വിട്ടുപോയി. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. വെറും 47,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഡീസൽ എഞ്ചിൻ ഇത്രയും കിലോമീറ്റർ കുറഞ്ഞ വാഹനങ്ങൾ സാധാരണ ഇതിൽ വളരെ കുറവായിരിക്കും. പക്ഷേ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള 2018 മോഡൽ വരുന്ന അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വാഹനം തന്നെയാണിത്. അപ്പോൾ 7 സീറ്റ് വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. വേറെ കാര്യപ്പെട്ട കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത അധികം വരാത്ത ഒരു വാഹനം തന്നെയാണിത്. വാഹനത്തിൻ്റെ വില വരുന്ന നെറ്റ് പ്രൈസിൽ 6,50,000 രൂപയ്ക്ക് ഈ വാഹനം സ്വന്തമാക്കാം. ഒരു 6 ലക്ഷം വരെ ഇതിനകത്ത് നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളോടുകൂടി. ഏകദേശം ഒരു 13,500-14 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു മൈലേജിൻ്റെ രാജാവായിട്ട് നിൽക്കുന്ന മാരുതി സുസുക്കിയുടെ വാഗണർ എന്നുള്ള ഏറ്റവും ന്യൂ ഷേപ്പിലിരുന്ന വാഹനമാണിത്. 35 കിലോമീറ്റർ കമ്പനി മൈലേജ് അവകാശപ്പെടുന്ന ഒരു വാഹനമാണ്. വാഗണറിന് 35 കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്നുള്ള സംശയം ഉണ്ടാവും. കാരണം ഈ ഒരു വാഹനം കമ്പനി CNG ഫിറ്റഡ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് അവകാശപ്പെടുന്നത് 35 കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജ് ലഭിക്കുന്നതാണ്.
പലരും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിച്ചുകൊണ്ട് കുറച്ച് പേരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമുക്ക് അവരുടെ അഭിപ്രായം, അതായത് ഈ വാഹനം യൂസ് ചെയ്യുന്നവരുടെ അഭിപ്രായം മാനിച്ച് ഏകദേശം കമൻറ്റിൽ 30-32 കിലോമീറ്റർ റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടെന്ന് തന്നെയാണ് പിന്നെ ഇത് യൂസ് ചെയ്യുന്ന ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും 30 കിലോമീറ്റർ, എന്തായാലും കമ്പനി 35 പറയുന്നുണ്ടെങ്കിൽ നമുക്ക് 30 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന CNG കമ്പനി ഫിറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് 2021 മോഡൽ വരുന്ന വാഗണർ LXi എന്നുള്ള വേരിയന്റിൽ സിംഗിൾ ഓണർഷിപ്പിൽ 43,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL 08 തൃശ്ശൂർ രജിസ്ട്രേഷനിൽ നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. 1000 cc വരുന്ന വാഹനം കൂടിയാണിത്. LXi അതുകൊണ്ട് തന്നെ ബേസ് മോഡലാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളൂ. 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, പിന്നെ അതേപോലെ തന്നെ അങ്ങനെ ബേസിക്കലി വേണ്ട സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗ്, ABS, സെൻട്രൽ ലോക്കിംഗ്, അങ്ങനെയുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് LXi എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ടയേഴ്സും ഒരു ആവറേജ് ടയേഴ്സാണ് വാഹനത്തിനകത്തുള്ളത്. മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ റീപെയിൻസ് വർക്കുകൾ ബമ്പറിൽ വന്നിട്ടുണ്ടെന്നല്ലാതെ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. റിവേഴ്സ് ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സ്ക്രാച്ചുകളൊന്നും നമുക്ക് പെയിൻറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് പോളിഷ് ഇട്ടുകൊണ്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു സ്ക്രാച്ചൊക്കെ പോയി കിട്ടും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ, എസ്പെഷ്യലി ഈ ഒരു കളറായതുകൊണ്ട് ചെറിയ സ്ക്രാച്ചുകൾ എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രമേ പോരായ്മ ഉള്ളത്. അല്ലാത്ത രീതിയിലുള്ള പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണിത്. ഈ 2021 മോഡലിൽ നിൽക്കുന്ന വാഗണർ LXi എന്നുള്ള വേരിയൻ്റ് വാഹനം. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും സീറ്റ് വർക്ക് കമ്പനി കവറാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയിൽ നിൽക്കുന്നുണ്ട്. ഡാഷ്ബോർഡൊക്കെ കളർ ആ ഒരു ബ്ലാക്കും ബീജും കളർ ചേർന്നിട്ടുള്ള ഒരു ആ കളർ കോമ്പിനേഷനാണ് വാഹനത്തിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. പൈനിയറിൻ്റെ ഒരു സ്റ്റീരിയോ അതിനകത്ത് അഡീഷണലായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിനകത്ത് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിലെങ്ങനെയാണ് CNGയിലേക്ക് പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നതെന്നുള്ള പലർക്കും സംശയം ഉണ്ടാവും. ജസ്റ്റ് ക്യാമറ എന്നൊന്നേക്ക് CNGക്കകത്തും നമുക്ക് പെട്രോളും CNGക്കും നമുക്ക് സെപ്പറേറ്റ് ഫ്യൂൽ ഗേജിൻ്റെ മീറ്റർ ഇതിനകത്ത് പിന്നെ അവൈലബിൾ ആണ്. അതായത് മീറ്ററിനകത്ത് നമുക്ക് 2 ഓപ്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. കീ എടുക്കാത്തതുകൊണ്ട് കാണിക്കാൻ പറ്റുന്നില്ല. അതായത് CNGക്ക് ഒരു ലൈൻ ഇവിടെ കാണിക്കും, അതേപോലെ തന്നെ പെട്രോളിന് സെപ്പറേറ്റ് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്കത് രണ്ടും മാറ്റണമെന്നുണ്ടെങ്കിൽ CNG അതേപോലെ തന്നെ പെട്രോൾ എന്നുള്ള പിന്നെ ഒരു സ്വിച്ച് ഇവിടെ അവൈലബിൾ ഉണ്ട്. ഈ സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ CNGയിലേക്കും പെട്രോളിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പെട്രോൾ CNG എന്നുള്ള ഡബിൾ സ്വിച്ചാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് CNGക്കും പെട്രോളിലേക്കും വാഹനം ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതൊക്കെ കമ്പനി ഓൾറെഡി ഫിറ്റഡ് ആണ്. കമ്പനി ഫിറ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അഡീഷണലി പിന്നെ ഫിറ്റ് ചെയ്ത ആ ഒരു അഡീഷണലി ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് പോരായ്മകൾ വരാൻ ചാൻസ് ഉണ്ട്. കമ്പനി ഫിറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സേഫ്റ്റി ഭാഗം നമുക്ക് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ CNG ഫിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഡിക്കിയുടെ സ്പേസ് നമുക്ക് ഇത്രയും നഷ്ടപ്പെടും. കാരണം ഈ ഇതിൻ്റെ മുകളിൽ വരുന്ന സ്പേസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സ്പെയർ ടയർ ഇവിടെ തന്നെ വെച്ചിട്ടുള്ളത്. കാരണം അത് സ്പെയർ ടയർ പുതിയ ടയറാണ്, ഇതുവരെ യൂസ് ചെയ്യാത്ത ടയറാണ്. അപ്പോൾ ഇത്രയും സ്പേസ് നമുക്ക് ഇതിനകത്ത് CNG ഉള്ളതുകൊണ്ട് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളൊരു പോരായ്മ ഉണ്ട്. അപ്പോൾ ഡിക്കി അത്യാവശ്യം നല്ല സ്പേസ് വേണ്ടവർക്ക് ഈ ഒരു വാഹനം സൂട്ടബിൾ ആവില്ല. പകരം ഡിക്കി സ്പേസ് ഒന്നുമില്ല, അത്യാവശ്യം റണ്ണിങ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ളൊരു വാഹനം കൂടിയാണ്. കാരണം ന്യൂ മോഡൽ വാഗണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല പഴയ വാഗണറായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് പഴയ വാഗണറിൻ്റെ അതിനൊരു പോരായ്മ എന്ന് വെച്ചാൽ വാഹനം ഇങ്ങനെ ഒലഞ്ചി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി പിന്നെ ഷേപ്പോട് കൂടിയാണ്ടത് ഇല്ലാതായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് ആ ഒരു പിന്നെ ഒരു പാളിപ്പോവോ വാഹനം നമ്മുടെ കയ്യിൽ ഒതുങ്ങാതെ പോകുമോ എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ ഒരു ടൈപ്പ് വാഹനം നമുക്ക് ഓടിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ബോണറ്റൊന്നും പഴയ ആ ഒരു മറ്റുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഇതിൻ്റെ ബോണറ്റ്. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗത്തൊന്നും പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല നിലവിലെ കണ്ടീഷനിൽ. അപ്രോൺ ഭാഗങ്ങളിലോ അല്ലെങ്കിൽ ചെയ്സിനോ അല്ലെങ്കിൽ ക്രോസ് ബമ്പറിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 2 സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. 2 ECM ഒക്കെ വരുന്നുണ്ട്. CNG ഉള്ളതുകൊണ്ട് അഡീഷണൽ ECM ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നില്ല. 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്ററിൽ വരുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ് ഒരു വാഹനത്തിനകത്ത് വരുന്നത്. സാധാരണ ഇതിൽ മാരുതിയുടെ വാഹനത്തിനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഇത് പൊക്കാൻ പറ്റാത്ത രീതിയിൽ അത്യാവശ്യം ഒരു വെയിറ്റ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാവും. കാരണം ഇതിനകത്ത് വേറെ അഡീഷണൽ ഇതൊന്നും ഫിറ്റഡ് അല്ലെന്ന് വേണം. അത് മറ്റുള്ള സാധാരണ ഇതിൽ ഏത് വാഹനത്തിൻ്റെ മാരുതി സ്വിഫ്റ്റൊക്കെ പൊക്കണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പൊക്കാൻ പറ്റും. പക്ഷേ ഇത് അത്യാവശ്യം നമുക്ക് കയ്യിൽ ഒതുങ്ങാത്ത രീതിയിൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് 2021 മോഡലിൽ ഈ വാഗണർ LXi CNG ഫിറ്റഡ് ആയിട്ടുള്ള വാഹനം. നിങ്ങൾക്ക് സ്വന്തമാക്കാം 5,50,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. 5 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അത് 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി ഏകദേശം ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹ്യൂണ്ടൈയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വാഹനം ഹ്യൂണ്ടൈ എലൈറ്റ് i20 2015 മോഡൽ വരുന്ന വാഹനം. 2015 മോഡൽ സ്പോർട്സ് എന്നുള്ള വരുന്ന വാഹനം KL 53 മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ വരുന്ന വാഹനം.
സ്പോർട്സിന് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 80,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണിത്. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള അത്യാവശ്യം നല്ല വൃത്തിയിൽ നിൽക്കുന്ന റെഡ് കളറിൽ നിൽക്കുന്ന ഒരു വാഹനമാണിത്. റെഡ് കളറിൽ ഡുവൽ ടോണിലേക്ക് ബ്ലാക്ക് കൂടി റൂഫിൽ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം വേറെ ലെവലിലേക്ക് മാറും. ഒരു വൈറ്റ് അലോയും കൊടുത്തു കഴിഞ്ഞാൽ അതിലേറെ ഒന്നുകൂടി ലുക്കാവും. അപ്പോൾ വാഹനം എടുക്കുന്നവർ അല്ലെങ്കിൽ ഈ റെഡ് കളർ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഡുവൽ ടോണിലേക്ക് ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് പിന്നെ റെഡ് കളറിൽ ഡുവൽ ടോണിൽ വന്ന വാഹനങ്ങളുണ്ടായിരുന്നു. കാണാൻ നല്ല അടിപൊളിയാണ് i20ക്ക്. അതേപോലെ തന്നെ സ്പോർട്സ് എന്നുള്ള വരുന്നതിനകത്ത് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഫോഗ് ലാംപ്സ്, അങ്ങനെ ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. വേറെ കാര്യപ്പെട്ട പരിക്ക് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ പിന്നെ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുക്കുന്നുണ്ട്. ബാക്ക് ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയേഴ്സാണുള്ളത്. ഫ്രണ്ട് ആണെങ്കിൽ ഒരു 60-70% ഫ്രണ്ട് ടയേഴ്സും കിടക്കുന്നുണ്ട്. ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ നല്ല രീതിയിൽ വാഹനം ഇന്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് എന്നുള്ള വേരിയൻറ്റിനകത്ത് കമ്പനി സീറ്റ് കവർ കൊടുക്കുന്നില്ല, പക്ഷേ അതിനകത്ത് അഡീഷണൽ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. കമ്പനി സ്റ്റീരിയോ അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തുള്ളത്. ABS വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ലക്ഷറി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗത്ത് എന്തൊക്കെയാണ് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. അതിൻ്റെ കളറിങ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പരിക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. 2023 1 ഇയർ ആയിട്ടുള്ള അമറോണിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് അപ്പോൾ ഒരു 1-2 വർഷം കൂടി വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു ബാറ്ററിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതേപോലെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഈ ഒരു സൈഡും പ്രശ്നങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്കില്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ് നിൽക്കുന്നത്. ആ ഒരു പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഗ്ലാസ് കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നിലവിൽ ഓൾറെഡി ഉണ്ട്. RFID ടാഗും അതേപോലെ നോൺ പോളിഷ് സ്റ്റിക്കേഴ്സും കാര്യങ്ങളെല്ലാം ഒറിജിനലിൻ്റെ ആണെന്ന് പിന്നെ പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ഓൾറെഡി ഗ്ലാസിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഫ്രണ്ടിൽ നിന്ന് ഇമ്പാക്റ്റോ തട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടാത്ത നല്ല രീതിയിൽ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണെന്നുള്ള ഒറ്റ രീതിക്ക് ഫ്രണ്ടിലെ ഫ്രെയിം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ വില വരുന്നത് 4,55,000 രൂപയാണ്. ഇതിനകത്ത് 4,25 വരെയൊക്കെ ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം മൈലേജ് കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് ഹ്യുണ്ടായിൻ്റെ എലൈറ്റ് i20 എന്നുള്ള ഒരു വാഹനം. ഒരു 12-13 റേഞ്ചിൽ നിങ്ങൾ മൈലേജ് പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ മൈലേജ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു വാഹനം ചൂസ് ചെയ്യരുത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഫീച്ചേഴ്സ് മാത്രം നോക്കിയിട്ട് മാത്രമേ ഈ ഒരു വാഹനം സെലക്ട് ചെയ്യാവൂ. 12-13 റേഞ്ചിലാണ് നോർമലി ഒരു വാഹനത്തിനകത്ത് മൈലേജ് ലഭിക്കുന്നത്. 4,55 നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. 5 വർഷത്തേക്ക് നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 4 ലക്ഷം മുതൽ 4,25 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം 9 സംതിങ് വെച്ചിട്ടാണ് ഇതിന് EMI വരിക. നമ്മുടെ അടുത്ത 2 വാഹനങ്ങൾ രണ്ടും ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ്. രണ്ടും 2020 മോഡൽ വാഹനമാണ്. ഇത് RXL-ഉം ഇത് RXT-യും ചെറിയ വേരിയൻറ്റിൽ മാത്രം വ്യത്യാസം വരുന്നുണ്ട്. ഇത് വളരെ ലോ കിലോമീറ്റർ, വെറും 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഇത് 50,000 കിലോമീറ്റർ ഓടുന്നത്. ഒന്ന് റെഡും ഒന്ന് വൈറ്റും. രണ്ടും AMT ഗിയർ ബോക്സിൽ വരുന്ന ഓട്ടോമാറ്റിക് വാഹനങ്ങളാണ്. വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ് KL02 എന്നുള്ള ഈ ഒരു വൈറ്റ് കളറിൽ നിൽക്കുന്നൊരു വാഹനം. കമ്പനി സ്റ്റോക്ക് ടയറും കാര്യങ്ങളെല്ലാം നിൽക്കുന്നുണ്ട്. RXL എന്നുള്ള വേരിയൻ്റ് ആണെന്ന് മാത്രമേ പ്രത്യേകത ഉള്ളൂ. മറ്റൊരു ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 2 വാഹനത്തിന് പ്രൈസ് സെയിം ആണ്. 4,10 2 വാഹനത്തിന് പ്രൈസ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഒരു 17-18 റേഞ്ചിൽ 17 എന്തായാലും നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് റിനോൾട്ടിൻ്റെ കിഡ് എന്നുള്ള വാഹനം. വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ വരാത്തൊരു വാഹനം കൂടിയാണിത്. 1000 cc വരുന്നൊരു വാഹനമാണിത്. RXT എന്നുള്ള വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സൊക്കെ RXT എന്നുള്ള വേരിയൻറ്റിനകത്ത് വരുന്നുണ്ട്. എയർ ബാഗ് ABS എന്തായാലും നിർബന്ധമായിട്ടും കമ്പനി 2019 മുതൽ നിർബന്ധമാക്കിയുകൊണ്ട് അത് 2 വാഹനത്തിനകത്ത് വരുന്നുണ്ട്. RXL-നകത്തും RXT-ക്കകത്തും എയർ ബാഗും ABS-ഉം വരുന്നുണ്ട്. RXL-നകത്ത് പവർ വിൻഡോ 2 ഡോർ മാത്രമായിരിക്കും വരുന്നുണ്ടാവുക. ഫ്രണ്ട് രണ്ടും പവർ വിൻഡോ വരും, ബാക്കിൽ പവർ വിൻഡോ ഉണ്ടാവില്ല. പക്ഷേ ഇതിനകത്ത് RXT-ക്കകത്ത് 4 ഡോർ പവർ വിൻഡോ വരുന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ മറ്റുള്ള പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കമ്പനി സ്റ്റീരിയോ കൊടുക്കുന്നുണ്ട്. പക്ഷേ RXT-ക്കകത്ത് ഡിസ്പ്ലേ ആയിട്ടാണ് കൊടുക്കുന്നത്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഡിസ്പ്ലേ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതാകുമ്പോൾ സ്റ്റീരിയോ മാത്രമാണ് വരുന്നത്. അങ്ങനെ ചെറിയ ചെറിയ ഫീച്ചേഴ്സിലുള്ള വ്യത്യാസം മാത്രമാണ് ഈ RXL-ഉം RXT-യും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ വാഹനത്തിൻ്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ 11,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്, 50,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. അത് എൻ്റെ നല്ല ഡിഫറൻസ്, ഏകദേശം 30-30 കിലോമീറ്ററിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടും RXL തന്നെ ആയിരിക്കും ഇതിന് ഒരു വാഹനത്തിന് എഞ്ചിൻ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഒരു പിടി മുന്നിൽ നിൽക്കുക. പക്ഷേ
അതുകൊണ്ട് തന്നെ ആ വേരിയൻറ്റിൻ്റെ വ്യത്യാസത്തിൽ പ്രൈസിൽ വ്യത്യാസം വരാത്തതും അതുകൊണ്ട് തന്നെയാണ് കിലോമീറ്ററിലുള്ള വ്യത്യാസം. ഒരു കയറ്റുണ്ടെങ്കിൽ ഒരു ഇറക്കുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ലോ കിലോമീറ്റർ ആണെങ്കിൽ അത് കുറച്ച് കിലോമീറ്റർ കൂടുതലുണ്ട്, പക്ഷേ ഇത് ലോ വേരിയൻ്റ് ആണെങ്കിൽ ഇത് അതിനേക്കാളും കൂടുതൽ വേരിയൻ്റ് ആണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഈക്വലായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് രണ്ടിനും 4-10 പ്രൈസ് വരുന്നത്. ഇതിനകത്തിന് 3.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു 7-8 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI ആയിരിക്കും. ഒരു യൂസ്ഡ് വാഹനം നിങ്ങൾ എവിടെ നോക്കാൻ ചെന്ന് കഴിഞ്ഞാലും കാണാൻ ചെന്ന് കഴിഞ്ഞാലും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ നമ്പർ പ്ലേറ്റിനകത്ത് എന്തെങ്കിലും തട്ടോ മുട്ടോ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. നമ്പർ പ്ലേറ്റിന് എന്തെങ്കിലും ചളുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ നോക്കണം. കാരണം ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ആയാലും ബാക്ക് ആയാലും ഫസ്റ്റ് തട്ട് കിട്ടുന്നത് ഈ ഒരു പ്ലേറ്റിലായിരിക്കും. കാരണം ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ രീതിയിൽ തട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് നമുക്ക് ഈ നമ്പർ പ്ലേറ്റിനകത്ത് കാണാൻ സാധിക്കും. മിക്ക ആൾക്കാരും നമ്പർ പ്ലേറ്റ് ചെറിയ ഡാമേജ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് ലെവൽ ചെയ്യാനേ ശ്രമിക്കുള്ളൂ, അത് മാറ്റാൻ ശ്രമിക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും ഇവിടെ എന്തോ ഒരു ചെറിയ രീതിയിൽ ഈ ഒരു പോർഷനിൽ മാത്രം ഇത്രയും ഭാഗത്ത് ഒരു ചെറിയൊരു തട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ നമുക്ക് ഗ്ലാസ്സിലേക്ക് പോകുമ്പോൾ ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും ഇവിടേക്ക് ഈ ഒരു ഭാഗങ്ങൾക്കൊന്നും വന്നിട്ടില്ല. ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളർ കാണുമ്പോൾ 2014 മോഡൽ വാഹനമാണിത്. 2014 ഇത്ര ഫിനിഷിങ് ഒരിക്കലും ഹെഡ്ലൈറ്റിന് കിട്ടില്ല. കാരണം 10 വർഷത്തെ പഴക്കം നമുക്ക് അതിനകത്ത് കിട്ടണം. അവർ ഹെഡ്ലൈറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഈ ഒരു വാഹനം കാണുമ്പോൾ തന്നെ ഫ്രണ്ടത്തെ ഒരു വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ പുറത്ത് നിങ്ങൾ എവിടെ ഒരു വാഹനം പോയി ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പിന്നെ ഫിനിഷിങ്ങുള്ള ഹെഡ്ലൈറ്റ് അല്ലെങ്കിൽ ഈ ഒരു വണ്ടി പക്ക നല്ല ക്വാളിറ്റിയുള്ള വണ്ടിയാണെന്നുള്ള ഉറപ്പ് എത്തുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു ഹെഡ്ലൈറ്റ് ഇത്ര കളർ കൂടാനുള്ള കാരണം എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം ചില ആൾക്കാർ കളറിങ് മാത്രമേ നോക്കുള്ളൂ, നല്ല ഫിനിഷിംഗ് എന്ന് മാത്രമേ നോക്കുള്ളൂ. പക്ഷേ അതിനുള്ളിൽ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കണം. ജസ്റ്റ് ഫസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഈ വാഹനത്തിനകത്ത് എഞ്ചിൻ ഭാഗത്തേക്ക് എന്തെങ്കിലും പരിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. ഈ ഒരു വാഹനത്തിൻ്റെ ഈ ഒരു ക്രോസ് ബമ്പർ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ബമ്പർ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ക്രോസ് ബമ്പർ. ഈ ക്രോസ് ബമ്പറിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാലും ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കളർ കണ്ടു കഴിഞ്ഞാലും രാവും പകലും പോലുള്ള വ്യത്യാസമാണ്. കാരണം ഇത് അത്യാവശ്യം നല്ല പഴങ്ങിയ രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്രോസ് ബമ്പറിൻ്റെ ഭാഗത്തേക്ക് ഈ ഒരു വാഹനത്തിനകത്ത് പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന ലെഗ് അപ്പുറത്തെ ലെഗ് ഭാഗങ്ങൾ നോക്കണം. പേസ്റ്റിങ് കാര്യങ്ങൾക്ക് ഡാമേജ് ഉണ്ടോ നോക്കണം. അതേപോലെ ചെയ്സിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഉള്ളോട്ട് നോക്കണം. അതൊക്കെ ഇതേപോലെ വെട്ടി തിളങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് അത്തരത്തിൽ ഈ ഭാഗങ്ങളൊക്കെ ഉൾഭാഗങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അത് പഴയ രീതിയിൽ ആ ഒരു കറുപ്പ് കളർ വന്നിട്ട് കളർ ഫെയ്ഡിങ് വന്നിട്ടുണ്ട്. ഈ സൈഡ് നോക്കുകയാണെങ്കിലും അതേപോലെ തന്നെ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ചില എക്സ്റ്റേണൽ ഭാഗങ്ങളിൽ വരുന്ന ചെറിയ ഡാമേജ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. മേ ബി ചിലപ്പോൾ ഹെഡ്ലൈറ്റ് ഏതെങ്കിലും ഒരെണ്ണം പൊട്ടിയതുകൊണ്ട് ചിലപ്പോൾ രണ്ടും മാറ്റിയതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ മാറ്റിയതാവാം. എന്തായാലും വാഹനത്തിന് ഹെഡ്ലൈറ്റ് രണ്ടും റീപ്ലേസറാണ്. പക്ഷേ ഉള്ളിലേക്ക് ഇമ്പാക്റ്റോ തട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ ചെറിയ തട്ടിൻ്റെ ഭാഗം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല ചെറിയ തട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു നമ്പർ പ്ലേറ്റ് ഒക്കെ ലെവൽ ചെയ്യും. ഒക്കെ ചുളിഞ്ഞ് പൊട്ടിപ്പോയതൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് റീപ്ലേസ് ചെയ്യും. അപ്പോൾ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഇവിടെ കിട്ടിയതുകൊണ്ടായിരിക്കാം ഇത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. വേറെ ഉള്ളിലേക്ക് പരിക്കുക കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു വാഹനം മോഡൽ വരുന്ന 2014 മോഡൽ വരുന്നൊരു വാഹനമാണത്. സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh above കിലോമീറ്റർ ഓടിയുള്ള കേവലം 33 ചങ്ങനാശ്ശേരി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. പെട്രോൾ എഞ്ചിനിൽ VXI എന്നുള്ള വേരിയൻ്റ് ചെയ്യുന്ന വാഹനമാണിത്. VXI ആയതുകൊണ്ട് തന്നെ 4 door പവറിൻ്റെ AC പവർ സ്റ്റാരിങ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് വരുന്നു. കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് എന്തൊക്കെയാണ് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാമ്പ് ചെറിയൊരു ക്രാക്ക് സംഭവിച്ചിട്ടുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യാന്നുള്ളൂ. എനിക്ക് തോന്നുന്നത് ടെയിൽ ലാമ്പിനൊക്കെ 1000-1500 രൂപ റേഞ്ചിലാണ് ഇതിനകത്ത് കോസ്റ്റ് വരുന്നത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ബാക്ക് രണ്ടും ആവറേജ് ടയറാണ്, ഫ്രണ്ട് രണ്ടും പുതിയ ടയേഴ്സും ഉണ്ട്. ഒരു 90% അബോ ടയേഴ്സ് കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ കഴിഞ്ഞ് ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഗം ഇവിടെ ഒട്ടിപ്പിടിച്ച് കാണാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഡാഷ്ബോർഡിനകത്തൊക്കെ ഗം ഇടുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഡാഷ്ബോർഡിനകത്ത് ഒരിക്കലും നിങ്ങൾ ഈ ഫെവിക്വിക്ക് അല്ലെങ്കിൽ ഫെവിക്കോൾ പോലത്തെ ഗമ്മുകൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഡബിൾ സൈഡ് സ്റ്റിക്കർ നമുക്ക് പറിച്ച് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റിക്കേഴ്സ് മാത്രം യൂസ് ചെയ്യുക. കാരണം ഇതെന്തെങ്കിലും സാഹചര്യം നിങ്ങൾ ഈ ഒട്ടിക്കുന്ന പ്രൊഡക്റ്റ് നിങ്ങൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഗമ്മിൻ്റെ ചെറിയ പാടുകൾ പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഏതൊരു വാഹനത്തിനകത്തും നിങ്ങൾ ഇതേപോലത്തുള്ള സ്റ്റിക്കേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒട്ടിക്കുന്ന സമയത്ത് അതിൻ്റെ ഗമ്മിൻ്റെ ഗമ്മിടുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം, കെയർ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു വാഹനം ഇവിടെ ചെറിയൊരു ഗമ്മിൻ്റെ പാടുണ്ട് എന്നല്ലാതെ വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നുമില്ല. സേഫ്റ്റി ഫീച്ചറായിട്ട് ഇടുക എയർ ബാഗോ ABS ഒന്നും കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടില്ല. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മാത്രം ഇതിനകത്ത് അഡീഷണലി ഒരു ഫിറ്റിംഗ് ആയിട്ട് വന്നിട്ടുള്ളൂ. അങ്ങനെ ബേസിക്കലി വേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്.
പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ വില വരുന്നത് 3,90,000 രൂപയ്ക്ക് സ്വന്തമാക്കാം. ഈ 2014 മോഡലിന് സ്വിഫ്റ്റ് ഡിസയർ VXI എന്നുള്ള വരുന്ന വാഹനം 4,10 നമ്മുടെ പ്രൈസ് ആസിങ് കിടക്കുന്നത് 3,90 നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ 3,90 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. അതിനകത്ത് തന്നെ 3,60 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു സഡാൻ വാഹനമാണ് 2014 മോഡലിന് സ്വിഫ്റ്റ് ഡിസയർ VXI എന്നുള്ള വരുന്ന വാഹനം. 4 വർഷത്തേക്കായിരിക്കും ഇതിൻ്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം 9 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനമാണ്. 2015 മോഡലിന് സ്വിഫ്റ്റ് LXI ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിലേക്ക് 44 എറണാകുളം കോതമംഗലം രജിസ്ട്രേഷനിലിരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ് 1,10,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. LXI ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിൻ ബേസിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വാഹനം, എന്നാൽ മിഡിലേക്ക് എത്തുന്നുമില്ല. അതിൻ്റെ രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു വേരിയൻ്റാണ് LXI ഓപ്ഷണൽ എന്നുള്ള വേരിയൻറ്റ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിന് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് LXI ഓപ്ഷനിനകത്ത് കൊടുക്കുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, പിന്നെ അതേപോലെ തന്നെ സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 80-90% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബാക്ക് റോ ഒക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചെറിയ റീപെയിൻറ്റ് വർക്കുകൾ ഉണ്ട്, ഇത് മാത്രമേ ചെറിയ രീതിയിലെങ്കിലും പോരായ്മുള്ളൂ. അല്ലാത്ത രീതിയിൽ വർക്കോ കാര്യങ്ങളൊന്നും നിലവിൽ കണ്ടീഷനിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റ് കവർ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ ചെറിയ രീതിയിൽ സ്റ്റിച്ചിങ് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ പിന്നെ വാഹനങ്ങളിലൊന്നും ആ ഒരു ഗമ്മ് യൂസ് ചെയ്തിരുന്നത്, ഒരു ഗമ്മ് യൂസ് ചെയ്യാത്തൊരു വാഹനമാണ്. കാരണം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കും, എവിടെയും ഒരു സ്റ്റിക്കറോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, ഒരു ഗമ്മിൻ്റെ അടയാളങ്ങളോ ഒന്നും വന്നിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡാഷ്ബോർഡിനകത്ത് നല്ല പിന്നെ സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യാതെ കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഏത് കാലവും ഈ ഒരു വാഹനത്തിന് കിട്ടും. പിന്നെ അതേപോലെ തന്നെ സോണിയുടെ സ്റ്റീരിയോ ഒക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ, ലെതർ, പിന്നെ സ്റ്റിയറിംഗ് കവർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. ആക്സറീസ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത്, ഫിറ്റിംഗ്സ് ആണ് ഇതിനകത്ത് അഡീഷണൽ ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ പരിക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല എന്നുള്ള ഈ ഒറ്റ സ്റ്റിക്കർ, ഈ ഒരു വാർണിംഗ് സ്റ്റിക്കേഴ്സ്, ഈ യെല്ലോ സ്റ്റിക്കേഴ്സ്, ഈ പിന്നെ യൂസ് ഓൺലി എന്നുള്ള ഈ ഒരു സ്റ്റിക്കർ, അതേപോലെ തന്നെ ഈ ഒരു 3 സ്റ്റിക്കർ മാരുതിയുടെ എല്ലാ വാഹനങ്ങൾക്കും കമ്പനി സ്റ്റോക്ക് കണ്ടീഷനിൽ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സ്റ്റിക്കേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാരുതിയുടെ വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, അതിന് എന്തെങ്കിലും ഒരു ഒന്നുകിൽ അത് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ഈ സ്റ്റിക്കേഴ്സ് ഇല്ലാത്ത വാഹനങ്ങളാണ് നിങ്ങൾ ബോണറ്റ് തുറന്നിട്ട് മാരുതിയുടെ വാഹനങ്ങൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, അത് സ്വിഫ്റ്റ് എന്നല്ല, സ്വിഫ്റ്റ് ഡിസയർ എന്നല്ല, ഏത് വാഹനം നോക്കുകയാണെങ്കിലും വാഗണർ മുതൽ അൾട്ടോ മുതൽ ഏത് വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റിക്കേഴ്സ് എന്തായാലും ആ ഒരു പുതിയ സ്റ്റോക്ക് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടാവും. അത് മാറിക്കഴിഞ്ഞാൽ, റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് റീപെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാലൊന്നും ആ സ്റ്റിക്കേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് സ്റ്റിക്കേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ എന്തോ സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ മാത്രമല്ല ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ കളർ നോക്കിയാൽ തന്നെ മനസ്സിലാവും 2014 ആ ഒരു പഴക്കം, 2015 പഴക്കം നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി 2023 റീപ്ലേസ് ചെയ്തൊരു ബാറ്ററിയാണ്. ഒരു 1.5 വർഷമായി. ഒരു 1.5 വർഷം കൂടി നിങ്ങൾക്ക് വാറണ്ടി ലഭിക്കും. വേറെ പരിക്കോ കാര്യങ്ങളോ തന്നെ പിന്നെ നെഗറ്റീവ്സോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. 3,90 വാഹനത്തിന് നെറ്റ് പ്രൈസ് ആയിട്ടുണ്ട്. 3,90 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം 8-9 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു സെഡാൻ വാഹനമാണ്. അതും ലോ ബഡ്ജറ്റിൽ വരുന്ന സെഡാൻ വാഹനം. 2008 മോഡൽ സ്വിഫ്റ്റ് ഡിസയർ VXI എന്നുള്ള വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 1,23,000 കിലോമീറ്ററാണ് നിലവിൽ വാഹനം റൺ ചെയ്തിട്ടുള്ള. കേരളം 32 ചേർത്തല രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. 2028 വരെ പുതിയ പേപ്പർ എടുത്തിട്ടുള്ള ഒരു വാഹനമാണ്. VXI ആകുമ്പോൾ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിംഗ് തുടങ്ങിയുള്ള ബേസിക് ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി കൊടുത്തിട്ടുള്ളത്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് നമുക്കൊരു 13-15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം. കാര്യപ്പെട്ട മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം താരതമ്യേന വളരെ കുറഞ്ഞിട്ടുള്ള, വളരെ ലോ ബഡ്ജറ്റിൽ നമുക്ക് സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണിത്. സഡൻ വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ഓൾഡ് ഷേപ്പിൽ വരുന്ന സഡൻ വാഹനം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് ഫീൽ ചെയ്യും. മാത്രമല്ല അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമാണിത്. മാത്രമല്ല നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു വാഹനം കൂടിയാണ്. അതുകൊണ്ട് നമുക്ക് വാഹനം കയ്യിൽ ഒതുങ്ങി ഡ്രൈവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ഒരു പിന്നെ ഷേപ്പ് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ഒരു മസിൽ പിടിച്ച് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വാഹനം നല്ല ബോഡി വെയിറ്റും ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് വാഹനം സാധാരണ ഈ ടൈപ്പ് 2 ഡിസയറിനായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ റോഡിലായിരുന്നു ഒരു വാഹനം ഒരിക്കലും പാളി പോകുന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് ഈ ഒരു ഷേപ്പിൽ വരുന്ന ഡിസയർ. 2008 മോഡൽ വരുന്നൊരു വാഹനമാണിത്. എക്സ്റ്റീരിയർ കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. 2008 ആണെങ്കിൽ പോലും കാര്യപ്പെട്ട പരിക്കുകളും ഡാമേജും വൃത്തികേടൊന്നാക്കാത്ത രീതിയിൽ വാഹനം ഡിസൈൻ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം തന്നെ അഡീഷണൽ ചെയ്താണ്. കമ്പനി കവറിൻ്റെ പുറമെ അഡീഷണൽ ചെയ്താണ്. ഡാഷ്ബോർഡ് കാര്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റീരിയോൻ്റെ നോബ് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രശ്നങ്ങൾ നെഗറ്റീവ്സ് ആയിട്ട് ഇൻറ്റീരിയർ ഭാഗത്ത് നമുക്ക് കാര്യപ്പെട്ടായിട്ടൊന്നും പറയാനില്ല. എക്സ്റ്റീരിയറിൻ്റെ അതേപോലെ തന്നെ ഇൻറ്റീരിയറും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള റസ്റ്റുകൾ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 2008 വാഹനമാകുമ്പോൾ
അതിൻ്റേതായ കാലപ്പഴക്കം മൂലം വരുന്ന ചെറിയ റസ്റ്റുകളുണ്ട്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 70-75% 4 ടയേഴ്സ് കിടക്കുന്നുണ്ട്. ബോണറ്റിൻ്റെ ഈ ഒരു അറ്റത്ത് ചെറിയൊരു ഡെൻറ്റ് വന്നിട്ടുണ്ട്. 2008 ഹെഡ്ലൈറ്റാണ് ഇതിനകത്ത് എന്നുള്ള കാര്യം. ഹെഡ്ലൈറ്റിൻ്റെ ഒരു കളർ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രണ്ടിൽ നിന്ന് തട്ടും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ബോണറ്റിൻ്റെ ആ ക്രോസ് ബമ്പറിൻ്റെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ മാരുതിയുടെ വാഹനങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെയുള്ള സ്റ്റിക്കർ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ എഞ്ചിന് കാര്യങ്ങളെല്ലാം പക്കയാണ്. ഓയിൽ ലീക്കും കാര്യങ്ങളൊന്നും നിലവിലെ കണ്ടീഷനിൽ പാക്കിംഗ് ലീക്ക് ഒന്നുമില്ല. ചെറിയ രീതിയിലുള്ള ലീക്ക് ഇനി ഈ സൈഡിൽ ഇങ്ങനെ കാണാനുണ്ട്. ഫ്രണ്ട് പോർഷനിലില്ല, ഈ സൈഡിൽ ചെറിയൊരു പാക്കിംഗ് ലീക്ക് ഉണ്ട്. എന്തായാലും സ്വാഭാവികമായിട്ട് 2008 ആയതുകൊണ്ട് എന്തായാലും ചെറിയ ലീക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാവും. അപ്പുറം ഭാഗങ്ങൾക്കൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. രണ്ട് സൈഡും പേസ്റ്റിംഗ് ഓക്കെയാണ്. ബോണറ്റിൻ്റെ ഒക്കെ പേസ്റ്റിംഗ് ഓക്കെയാണ്. ബോണറ്റിന് ചെറിയൊരു ഇവിടെ ഡെൻറ്റ് ഉണ്ടെന്ന് മാത്രമേ പോരായ്മുള്ളൂ. ഗ്ലാസും 2011 ഗ്ലാസ്സാണ്. ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ഫ്രണ്ടിൽ തട്ടോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഗ്ലാസിൻ്റെ പിന്നെ ഈ ഒരു മുകൾ ഭാഗം നോക്കുകയാണെങ്കിൽ പോസ്റ്റിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2011 ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മേ ബി എന്തെങ്കിലും വീണിട്ടൊക്കെ ആയിരിക്കാം. കാരണം ഫ്രണ്ടിൽ തട്ടില്ല എന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം വേറെ അടിയോ കാര്യങ്ങളൊന്നും ഫ്രണ്ട് ഭാഗത്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും കല്ലോ തേങ്ങയും മാങ്ങയൊക്കെ 2011 ചതിച്ചതുകൊണ്ടായിരിക്കാം ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 1,80,000 രൂപയ്ക്ക്. പുതിയ പേപ്പർ എടുത്തൊരു വാഹനമാണ്. 1,80,000 അതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഇതിനകത്ത് ലോൺ സൗകര്യം കിട്ടാൻ കുറച്ച് പ്രയാസമാണ്. കാരണം 2008 വാഹനം ആയതുകൊണ്ട് ലോണൊന്നും കിട്ടില്ല. 1,80,000 ചെറിയൊരു ബഡ്ജറ്റിൽ അത്യാവശ്യം സെഡാൻ വാഹനം, അത്യാവശ്യം ഇൻറ്റീരിയർ സ്പേസ് ഉള്ള മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കൊണ്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാം. 1,80,000 നെറ്റ് പ്രൈസ് ചെയ്തത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. ഏകദേശം 10-12 വാഹനങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. മാനുവൽ കാണിച്ചു, ഓട്ടോമാറ്റിക് കാണിച്ചു, 5 സീറ്റ് കാണിച്ചു, പിന്നെ 7 സീറ്റ് കാണിച്ചു, ഡീസൽ, പെട്രോൾ, എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഒരുപാട് വാഹനങ്ങൾ, കാണിക്കാത്ത വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. അതിനൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വാട്സപ്പ് കാറ്റലോഗിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. സെപ്പറേറ്റ് ഫോട്ടോസോ ഡീറ്റെയിൽസോ വീഡിയോസോ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരും. ഓൺലൈൻ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാതെ തന്നെ വാഹനത്തിൻ്റെ ഫുൾ A to Z കാര്യങ്ങൾ എല്ലാം അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നതാണ്. അത് വെച്ചിട്ട് നിങ്ങൾക്ക് വാഹനം ഇങ്ങോട്ട് വരാതെ തന്നെ പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരിക്കലും നിങ്ങളിപ്പോൾ ലോങ് ഉള്ളവരാണെങ്കിൽ ഇങ്ങോട്ട് വരണമെന്ന് ഒരാളും നിർബന്ധിക്കുന്നില്ല. മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു വാഹനത്തിൻ്റെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം റെഡി ആക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഏത് തിരുവനന്തപുരം മുതൽ കാസർഗോഡുള്ള ഏത് ജില്ലയിൽ ഏത് മുക്കിലും മൂലയിലുള്ള ആളായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടായിരിക്കും ഫിനാൻസിൻ്റെ കാര്യങ്ങൾ ശരിയാക്കി തരിക. ഒരിക്കലും ഡോക്യുമെൻറ്റ്സ് ആയിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. പലർക്കുള്ള തെറ്റിദ്ധാരണയാണ് ലോൺ ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ട് ഇങ്ങോട്ട് വരണം എന്നുള്ളത്. അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ആധാർ കാർഡും പാൻ കാർഡും നിങ്ങളുടെ വാട്സപ്പിനകത്ത് അയച്ചെന്നാൽ മാത്രം മതി, ഒരു വീടിൻ്റെ ഫോട്ടോയും. അപ്പോൾ അത് പിണ്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ലോണിൻ്റെ കാര്യങ്ങൾ ഫർദർ പ്രൊസീജിയർ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ തിരുവനന്തപുരത്തുള്ള കസ്റ്റമർ ആണെങ്കിലും കാസർഗോഡുള്ള കസ്റ്റമർ ആണെങ്കിലും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. നിങ്ങളെ വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. കഴിഞ്ഞ ഒരു 1-2 മാസമായിട്ട് നമ്മൾ ഒരു ചെറിയൊരു പിന്നെ നെഗറ്റിവിറ്റി എനിക്ക് ഫീൽ ആയിട്ട് തോന്നിയത്, നമ്മുടെ ഈ 0 ഡൗൺ പേയ്മെൻറ്റ് വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങൾ കാണിക്കാറുണ്ടായിരുന്നു. അപ്പോൾ സാധാരണ ഇതിൽ ഒരുപാട് പിന്നെ കസ്റ്റമേഴ്സ് നമുക്ക് പ്രൂഫ് അയച്ചു തരും. അത് ലോൺ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൂഫ് അയച്ചു തരും. പ്രൂഫ് അയച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിപ്പോൾ വീടിൻ്റെ ഫോട്ടോ വെക്കുന്നുണ്ട്. കാരണം ബാങ്ക് നോക്കുന്നത് ആ ഒരു കസ്റ്റമർക്ക് അതിൻ്റെ പിന്നെ അവരെ വീട് കാര്യങ്ങളെല്ലാം നോക്കും. ഇപ്പോൾ ചില വാഹനങ്ങളുണ്ടാവും 5-6 ലക്ഷം രൂപയുടെ പിന്നെ 5-6 ലക്ഷം രൂപയുടെ വാഹനം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ചതായിട്ടുള്ള ഒരു വീട് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നോക്കും. ഇപ്പോൾ ചിലപ്പോൾ ഷെഡൊക്കെ കെട്ടിയ വീട് അല്ലെങ്കിൽ ഷീറ്റിട്ട വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബാങ്കുകാർ അത് നോക്കിയിട്ട് അത് റിജക്ട് ചെയ്യും. കാരണം വീടുണ്ടോ, ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളുള്ള ആ ഒരു വാഹനത്തിനുള്ള വീട് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് ബാങ്കുകാർ നോക്കുക. ചില ആൾക്കാർ ക്വാർട്ടേഴ്സിലായിരിക്കും താമസം, വീട് സ്വന്തമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ചിലപ്പോൾ ലോൺ പാസ്സാവും, വലിയ എമൗണ്ടിൻ്റെ ലോൺ പാസ്സാൻ പ്രയാസമാണ്. അപ്പോൾ അവനവൻ്റെ ഒരു ഇത് നോക്കിയിട്ട് പിന്നെ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം അത് പാസ്സാവോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ചില വീട് പണിയൊക്കെ നടക്കുന്ന കേസാണെങ്കിലും ഒക്കെ, അപ്പോൾ നിങ്ങൾ വീട് പണി ഓൾമോസ്റ്റ് കഴിയാനായിട്ടുണ്ട്, നിങ്ങളിപ്പോൾ താൽക്കാലം വാടക വീട്ടിൽ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പണി നടക്കുന്ന വീട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോൺ സാങ്ഷൻ ആക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ ചില കേസിൽ വീടേ ഇല്ല, അങ്ങനത്തെ കേസിൽ അല്ലെങ്കിൽ നിങ്ങൾ ക്വാർട്ടേഴ്സിലൊക്കെയാണ് താമസിക്കുന്നത്, കണ്ട ക്വാർട്ടേഴ്സ് പോലെ ഫീൽ ചെയ്യുന്നതൊക്കെ ആണെങ്കിൽ നമുക്കത് ലോൺ എന്തായാലും കൊടുത്തു കഴിഞ്ഞാൽ റിജക്ഷൻ വരും. അത് ബാങ്കിൻ്റെ റൂളാണ്. കാരണം വീടിനനുസരിച്ച് ആയിരിക്കും ആ ഒരു വാഹനത്തിൻ്റെ ലോൺ എത്രത്തോളം കൊടുക്കാൻ പറ്റും എന്നുള്ളത് ബാങ്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. അത് നമ്മുടെ റൂൾസ് അല്ല. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ലോൺ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല, ബാങ്കിൻ്റെ റൂൾസാണ്. പല കസ്റ്റമേഴ്സ് ഇതേമാതിരി കൊടുത്തിട്ട് പിന്നെ റിജക്ഷൻ വരുന്ന കുറേ കേസുകളുണ്ട്. കാരണം നമ്മൾ നിങ്ങളുടെ ഒരു അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്യും. പിന്നെ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ലോൺ റിജക്ഷൻ വരിക. അപ്പോൾ അത് വീണ്ടും നമ്മൾ റീസ്റ്റോക്ക് കയറ്റുന്ന സമയത്ത് നമുക്ക് അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്താണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ വീണ്ടും